നല്ല സ്പോഞ്ചി ഇഡ്ഡലിയും കണ്ടില്ലേ, ചട്നിയും കൂടെ, നമ്മുടെ ഹെൽത്തി ചട്നിയും കൂടെ ഞാൻ ഇതാ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഈ ചട്നി എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കാണാം. അതെ, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൽ കുരുമുളക് ഇട്ട് വെച്ചതാണ് കേടുവരാതിരിക്കാൻ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. തക്കാളിയാണ്, ഒരു 3 മീഡിയം സൈസ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, ഇതേപോലെ ചതുരത്തിൽ കട്ട് ചെയ്തത്. അത് നമുക്കെല്ലാം ഇങ്ങനെ വെക്കാം. ഇത് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ്, അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഞാൻ അടച്ചു കൊടുക്കുകയാണ്. അടച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ചെറിയ ഫ്ലെയിം ഇട്ടാൽ മതി. ഇപ്പോൾ അതാണ് ഞാൻ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വളരെ കുറയ്ക്കേണ്ട, ഒന്ന് ചെറുതാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതേ ഞാനൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. ഇല്ല, ആയിട്ടില്ല. കുറച്ച് സമയം കൂടെ നമുക്കിത് വയ്ക്കണം. അടച്ചു വെച്ചു. വീണ്ടും അപ്പോൾ ഇതേ ഞാൻ തുറന്നു. ഇത്രയായാൽ മതി അത് തക്കാളി. ഇനി അതിലേക്ക് ഇതാ ബീട്രൂട്ട് ഞാൻ ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്, കണ്ടോ, നൈസാക്കിയിട്ട് അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ ഇത് ക്യാരറ്റും അരിഞ്ഞതാണ് ഞാൻ പൊടിയായിട്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ തേങ്ങ വേറെ ഒന്നും ആഡ് ചെയ്യില്ല. ഇനി കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്, നല്ല ഹെൽത്തി ചട്നിയും കൂടെയാണ്. ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി സവോള നുറുക്കിയതാണ്, ഇത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എല്ലാം എടുത്തോളൂ. ഞങ്ങൾക്ക് ഇതിപ്പോൾ ഒരു 3 പേരുള്ള 3 പേർക്ക് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ഇതിൻ്റെ അളവുകൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്നൊരു 5 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടച്ച് വയ്ക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നല്ല വേവണമെന്നൊന്നും നിർബന്ധമില്ല അത്. അപ്പോൾ ദേ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അതാ ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് സീ സോൾട്ടാണ്, ഓർഗാനിക് ഉപ്പാണ്. നിങ്ങൾ സാധാ ഉപ്പ് ഇട്ടോളൂ. ഉപ്പ് ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില. അതൊക്കെ നമ്മളുടെ വീട്ടിലത്തെ കറിവേപ്പില ഫ്രഷാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പോയി പറിച്ചിട്ട് വന്നതാണ് രാവിലെ. ഇനി അതിലേക്ക് ആഫ്രിക്കൻ മല്ലിയിലയാണ്. ആഫ്രിക്കൻ മല്ലിയില എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇലകൾ, കറിവേപ്പിൻ്റെ ഇല, മല്ലിയില ഇതൊക്കെ ധാരാളം ചേർക്കാറുണ്ട് കറികളിലൊക്കെ. നമ്മളുടെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. കണ്ടോ, ഇതും ചേർക്കത് ഞാൻ ഇങ്ങനെ കയ്യും കൊണ്ട് തന്നെ ഒന്ന് ഒടിച്ചിടുകയാണ്. കണ്ടോ, ഇതേപോലെ ഒടിച്ചിടുക. അപ്പോൾ ഇത് ആഫ്രിക്കൻ മല്ലിയില, അതും ഞാൻ ഇതേപോലെ ഒടിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പം എല്ലാം വെന്തു, നന്നായിട്ട് വെന്തു. ഇനി ഇതിൽ നമുക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല, കുറച്ചും കൂടെ പണിയുള്ളൂ. പെട്ടെന്നാവുന്ന ഒരു ചട്നിയാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്നാവുന്നത്. ഇപ്പോൾ ഇത് മല്ലിയിലൊക്കെ ഒന്ന് വാടി ഇത്രയായാൽ മതി. അപ്പോൾ എല്ലാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തായി, എല്ലാം വഴറ്റിയെടുത്തു നമ്മൾ. ഇനി നമുക്കിത് ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരണം. അതിൻ്റെ ശേഷം കുറച്ച് പണികളും കൂടെ ഉണ്ട്. ഇതാ ഞാൻ ചട്നി അരച്ചിട്ട് വന്നുകൊണ്ട് നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ചട്നിയാണ്. ഇനി അതൊന്ന് താളിച്ചിടണം. കുറച്ച് എണ്ണ ഒഴിച്ചു. അപ്പോൾ ഇത് എണ്ണ നല്ലോണമായി. കടുകിട്ടു. പൊട്ടട്ടെ. കടുക് പൊട്ടി. ഇനി അതിലേക്ക് ജീരകമാണ് ഇടുന്നത്. അതിൽ കുറച്ച് കറിവേപ്പില, ഉണക്കമുളക്, ഉഴുന്ന് പരിപ്പ്, ഇതെല്ലാം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയായ മാളിച്ചത് ഇതിലേക്ക് കൊട്ടാം. ഇനി നമുക്കൊന്ന് വേണമെങ്കിൽ ചൂടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റുള്ളൊരു ചട്നി
സൂപ്പർ ഹെൽത്തി ചട്നി റെഡിയായി. ഇനി നമുക്ക് ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശ, ഇഡ്ഡലി, ചപ്പാത്തി എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് തന്നെ അറിയാം. നമ്മളുടെ ചട്നി കൂട്ടിയിട്ട് ഇതാ ചട്നി ഞാൻ അത് കൂട്ടിയിട്ട് ഇതാ കഴിക്കാൻ പോവാണ്. സൂപ്പർ ചട്നിയാണ്. ഇനി കുറച്ച് ഇഡ്ഡലിപ്പൊടിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇഡ്ഡലിപ്പൊടിയാണ്. കണ്ടോ, ഞാൻ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ്. ഇത് ഇഡ്ഡലിപ്പൊടി 1 കിലോമീറ്റർ ദൂരത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് കേൾക്കും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇഡ്ഡലിപ്പൊടിക്ക്. അപ്പോൾ ഇതേ നല്ല സ്പോഞ്ചി ഇഡ്ഡലി കണ്ടില്ലേ, ചട്നിയും കൂടെ, നമ്മുടെ ഹെൽത്തി ചട്നിയും കൂടെ ഞാൻ ഇതാ സൂപ്പർ ടേസ്റ്റാണ്. എന്താ പറയുക, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇനി നമ്മളുടെ ഇഡ്ഡലിപ്പൊടി കൂട്ടിയിട്ട് കുറച്ച് കഴിക്കാം. അതാ ഇഡ്ഡലിപ്പൊടി എടുത്തു, കുറച്ച് ഇഡ്ഡലിപ്പൊടി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.